ഗൈസ്, ജർമ്മനിയിൽ മ്യൂൺഷനിൽ ഒക്ടോബർ ഫെസ്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. കാരണം ബോംബ് ഭീഷണിയാണ്. പക്ഷെ നമ്മൾ ഇന്നുള്ളതുണ്ടല്ലോ സ്റ്റുട്ട്ഗാർട്ടിലെ ഒക്ടോബർ ഫെസ്റ്റിലാണ്. അടിപൊളിയാണ് കേട്ടോ. ബിയർ ഇത് ബിയർ ഫെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ ബിയർ കുടിക്കില്ലെങ്കിൽ ഇവിടെ ആൽക്കഹോൾ ഫ്രൈ എന്ന് വെച്ചാൽ ആൽക്കഹോൾ ഇല്ലാത്ത ബിയറും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ നോക്കാം. ഓക്കേ, അപ്പൊ നമ്മൾ ജർമ്മനിയിൽ ഒക്ടോബർ ഫെസ്റ്റ് കാണാൻ വാസിന് പോവാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും നടക്കുവാണ് കേട്ടോ. പാർക്കിംഗ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഒത്തിരി അകലെ ഒരു മാളിലാണ്. അതേപോലെ അറിയി കാണാമോ, ആൽഫി ഉണ്ട്, സുമി ഉണ്ട്, രേഷ്മ, റിൻസ്, ഷെബിൻ, വിഷ്ണു ഉണ്ട്, പിള്ളേരെല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും നടക്കുവാണ് കേട്ടോ. ഗൈസ്, ഒക്ടോബർ ഫെസ്റ്റിന്റെ ഒരു പ്രധാന ഐറ്റമാണ് ഈ കാണുന്ന എഡിബിൾ നെക്ലേസ് കേട്ടോ. ഇത് ഒരു കുക്കീസാണ്, എഡിബിൾ ആണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് എല്ലാവരും നെക്ലേസ് ആയിട്ട് ഇടും, ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ലാസ്റ്റ് ഇത് കഴിക്കും. അടിപൊളിയാണ് കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മൾ സ്റ്റുട്ട്ഗാർട്ടിലുള്ള ഒക്ടോബർ ഫെസ്റ്റിലാണ് വന്നിരിക്കുന്നത്. വാസലില് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. ഹലോ. ഗൈസ്, ഇത് നമ്മൾ മിന്നൽ മുരളിയിലൊക്കെ കണ്ട സാധനമില്ല. നമ്മൾ വെടിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂക്കളും ഇതൊക്കെ കിട്ടും കേട്ടോ. കുറച്ച് പേര് ഇവിടെ നിന്ന് വെടിവെക്കുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. കുഞ്ഞൻ കിച്ചനും കൂടി കൂടിയിട്ടുണ്ട്. ഇത് ബസ് ഓടിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇപ്പൊ വരും അവര്. അടുത്തത് നല്ല പൊളി റൈഡാണ് കേട്ടോ. ഇതിങ്ങനെ പൊങ്ങിയും താണും കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ വീഴാണ്ട് പിടിച്ചിരിക്കണം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ടോ. നമുക്ക് നോക്കാം. ഒക്ടോബർ ഫെസ്റ്റ് ഇവിടെ അറിയപ്പെടുന്നത് ബിയർ ഫെസ്റ്റ് എന്നാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ബിയർ ഭയങ്കര ഫേമസ് ആണ്. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബിയർ കുടിക്കുന്നത്. ഇവിടെ ബിയർ ടെന്റുകൾ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇവിടുത്തെ ബിയറാണിത്. ജർമ്മനിയിൽ ബിയർ ഭയങ്കര ഫേമസ് ആണ്. പലതരം ബിയറുകളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ബിയർ കുടിക്കില്ലാത്ത, ആൽക്കഹോൾ കുടിക്കില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആൽക്കഹോൾ ഫ്രൈ ബിയറും ഉണ്ട്. എന്ന് വെച്ചാൽ ആൽക്കഹോൾ ഇല്ലാത്ത ചുമ്മാ ബിയറും ഉണ്ട് ഇവിടെ. ഈ അമ്മച്ചിയുടെ ഈ ബലൂൺ ഇത് എറിഞ്ഞു കൊള്ളിക്കുന്ന ഇതാട്ടോ. അതേ ആൽഫി എറിയാൻ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. അതേ കുഞ്ഞ് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ടൊക്കെ ഉണ്ട്. കുഞ്ഞയ്ക്ക് എന്നാ വേണ്ടേ?
ആൽഫി എറിയുന്നുള്ളൂ കേട്ടോ, പക്ഷെ 2 ബലൂൺ പൊട്ടി. ഓ 2 എണ്ണ പൊട്ടിയുള്ളൂ. നമുക്ക് എന്നാന്ന് നോക്കാം. അപ്പൊ ആൽഫിക്ക് എറിഞ്ഞിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആൽഫി എന്നാ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആൽഫി ഗിഫ്റ്റ് എന്നൊക്കെയുണ്ട്? ആൽഫിക്ക് എന്തോ സൂപ്പർ പവർ ഉണ്ട്. അത് മറ്റേ മിന്നൽ മുരളി പറയുന്ന പോലെ പുള്ളിക്ക് ചുട്ടിക്കൂറയോ എന്നാ കിട്ടിയേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ആൽഫി കുഞ്ഞിക്ക് കൊടുക്കും. കുഞ്ഞിക്ക് ഗിഫ്റ്റ് കിട്ടി. അപ്പൊ ഒക്ടോബർ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബിയറാണ് കേട്ടോ. അപ്പൊ പ്രോസ്. ഈ കാണുന്ന ആളുകളൊക്കെ ശാന്തമായിട്ടിരുന്ന് ബിയർ കുടിച്ച് മറ്റാളുകളുടെ അടുത്ത് കൂട്ടുകാരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. ഈ ജർമ്മൻകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ ഫെസ്റ്റ് പ്രായമുള്ളവർക്ക് അവരുടെ ഒരു നൊസ്റ്റാൾജിയ കൂടിയാണ് കേട്ടോ. പണ്ട് നമ്മൾ പൂരത്തിന് പോയി അല്ലെ പള്ളിപ്പെരുന്നാളിന് പോയി എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ കേട്ടോ ജർമ്മൻകാർക്ക് കുറച്ച് പ്രായമുള്ളവർക്ക് അവരുടെ പഴയ ഓർമ്മകളും കൂട്ടുകാരുടെ കൂടെ കൂടിയതൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഒത്തിരി റൈഡുകളിലുണ്ട് കയറാനായിട്ട്. ഇപ്പം ഈ കാണുന്നത് കാർ ഓടിക്കുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും നമ്മൾ പോകുമ്പോൾ കയറിയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇതേ അടുത്ത റൈഡിലോട്ട് ഇപ്പോൾ കയറാൻ പോവാണ് കേട്ടോ. ഇതും ഒരു അടിപൊളിയാണ്. തുടങ്ങുമ്പോൾ പയ്യാണ് പോണേ, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പീഡ് അങ്ങ് കൂടി കഴിയുമ്പോൾ മ്യൂസിക്കും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര വൈബാണ് കേട്ടോ. വൈബ് ഈ ലൈറ്റുകളും എല്ലാം കൂടി കൂടിയിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് ക്യാമറയിൽ അത്രയും കിട്ടില്ല, നിങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലാണ് ഇതിൻ്റെ അടിപൊളി വൈബ് നമുക്ക് കിട്ടുള്ളൂ. ഈ പുറകെ കണ്ടതാട്ടോ ബിയർ ടെന്റ്. ആക്ച്വലി യങ് ആയിട്ടുള്ള ആളുകൾ കൂട്ടമായിട്ട് വന്നിട്ട് അവർ പാർട്ടികൾ നടത്തുന്നതും അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഒക്ടോബർ ഫെസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ. വാസൻ ഫെസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി. പിന്നെ എവിടേക്ക് കയറി? മ്യൂസിക് ഷോപ്പിൽ കയറിയിട്ട് അവിടെ എല്ലാവരും വീണ. അപ്പോൾ അടിപൊളിയാണ് ഒക്ടോബർ ഫെസ്റ്റ്. നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ എന്നാ പറയുന്നത് വയറൊക്കെ ക്ലീൻ ചെയ്ത് ബിയറൊക്കെ ഫില്ല് ചെയ്യാൻ പാകത്തിന് വരിക. പിന്നെ ഷുഗർ ഡയറ്റൊക്കെ എടുത്തിട്ട് വരിക. ഷുഗർ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ കൂടുതലുള്ള സാധനങ്ങൾ മാത്രം കഴിക്കാൻ റെഡി ആയിട്ട് വന്നോളുക. അപ്പോൾ ഇനി കുറച്ച് മ്യൂസിക് ആവാം എന്ന് പറയുന്ന പോലെ ഇനി കുറച്ച് ഫുഡ് ആവാട്ടോ. ഇതാണ് ജർമ്മൻ ബ്രാറ്റ്വൂസ്റ്റ്, എന്നെ ഹോട്ട് ഡോഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നില്ലേ, അതാണ് സാധനം. അപ്പോൾ നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരാളൊരു ഡയലോഗ് പറഞ്ഞു കേട്ടോ. സുമി എന്നാ പറഞ്ഞേ, ഇതൊക്കെ എന്ത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ അത്രയും വരുമെന്ന് അല്ലേ? തൃശ്ശൂർ പൂരം നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒക്ടോബർ ഫെസ്റ്റിൻ്റെ 2025 വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറി നോക്കണം കേട്ടോ. മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കാണണം. എങ്ങനെ ഇങ്ങോട്ടേക്ക് വരാം, ഇവിടെ എങ്ങനെ ജോലി കിട്ടും, ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.